Good morning, everyone. Today's prayer. Lord, you are the source of all wisdom and understanding. As we begin our studies today, we ask for your guidance. Help us to grasp the material, remember what we have learned, and apply it wisely. May our mind be clear, our memory strong, and our understanding deep. Thank you for the opportunity to learn and grow. Thank you, ma'am. Thank you, everyone. Good morning, ma'am, and good morning, my dear friends. My name is Tessie. I hope everyone is happy. Today is a wonderful day. I wish Shruti all the best for your good prayers. I am very happy to welcome our ma'am to the class to impart knowledge, and also welcome all the energetic batchmates to the class. Let's make the class enjoyable with everyone's cooperation. I invite Afila to sharing thought of the day. Thank you. Thank you, Tessie. Do you good and good will come to you. നല്ലത് ചെയ്യൂ, നല്ലത് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരട്ടെ. താങ്ക് യു മാം. താങ്ക് യു ഓൾ. Good morning. Good morning, ma'am. Good morning, ma'am. Good Good evening, ma'am. എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? കഴിച്ചു മാം. Yes, ma'am. പ്രേയർ സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? പ്രേയർ ചെയ്തോ? Ma'am, എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. Yes, ma'am. ഓണം പ്രോഗ്രാം ഒക്കെ എന്നാ? ഓണം പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ടോ? മാം നാളെ ചെയ്യാന്ന് വിചാരിക്കുന്നു മാം. നാളെ. Okay. യെസ് മാം. മാം നാളെ മാം ഉണ്ടാവോ? അത് നാളെ ആരുടെ അവറാണ്? നാളെ ശരിക്കും പറഞ്ഞ ജിഷ മാമിന്റെ ആണ്. പക്ഷെ ജിഷ മാം ഇല്ല. ജിഷ മാം ഡൽഹി ആണല്ലേ? അതെ മാം. ഓക്കെ ഓക്കെ. ഞാൻ നാളെ നോക്കട്ടെ. ഓക്കെ മാം. ഓക്കെ ശരി മാം. ആ, ഇംഗ്ലീഷ് എടുക്കുന്ന അശ്വതി മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ഡേറ്റ് എന്നുള്ളത് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാം പറഞ്ഞോളൂ നാളെയാണ് ചെയ്യുന്നത്. ഓക്കെ മാം. താങ്ക് യു മാം. എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട്? ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ മാം എടുത്തതിന്റെ എക്സാമ്പിൾസ് നോക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഫൻസ് മെക്കാനിസത്തിന്റെ അല്ലേ? യെസ് മാം. ഓക്കെ ഓക്കെ ഓക്കെ. ഡിഫൻസ് മെക്കാനിസം നമ്മൾ ഇനി എത്ര എണ്ണം തീർക്കാനുണ്ട്? കുറച്ചും കൂടി പറയാനുണ്ടല്ലേ? രണ്ടെണ്ണം കൂടി ഉള്ളൂ മാം. വിത്ഡ്രോവൽ, ഫാന്റസി ഓർ ഡേ ഡ്രീമിംഗ് അതും കൂടി എടുക്കാനുണ്ട്. ഓക്കെ. ഒരു സെക്കൻഡ് കേട്ടോ, എല്ലാവരും ഒന്ന് റീഡ് ചെയ്യാ ടെക്സ്റ്റില്.
ഓക്കെ, എക്സാമ്പിൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ? സിംപത്തസിം അല്ലെ, അതുവഴിയല്ലേ നമ്മൾ എടുത്തു നിർത്തിയത്? മാം എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ട്. സബ്ലിമേഷൻ സബ്ലിമേഷൻ. എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ട് മാം. സിംപത്തിസം വരെ എടുത്തിട്ടുണ്ട്. യെസ് മാം, സിംപത്തിസം. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മാം ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഇത് മോക്ക് ടെസ്റ്റിലെ ഓരോ ചാപ്റ്റർ പോലെ തരുന്നതാ അല്ല എങ്ങനെ? ഓരോ ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റ് തരുമല്ലോ. ഇത് കുറെ ചാപ്റ്ററിന്റെ ബാക്കി ഉണ്ടല്ലേ, ഒന്ന് മാത്രല്ല തമ്മിൽ. ഒരു ചാപ്റ്റർ കഴിഞ്ഞാല് 5 എണ്ണം വീതം മോക്ക് ടെസ്റ്റ് തരും കേട്ടോ, 5 ക്വസ്റ്റ്യൻസ്. മാം ഇതുവരെ ആകെ ഒരു ചാപ്റ്ററിന്റെ തന്നിട്ടുള്ളൂ മാമ, പിന്നെ തന്നിട്ടില്ല മോക്ക് ടെസ്റ്റ്. ഒരു ചാപ്റ്ററിന് തന്നിട്ടുള്ളൂ അല്ലെ? ഓക്കെ ഓക്കെ. ആദ്യം ഏത് ചാപ്റ്ററിന്റെ ആയിരുന്നു തന്നിരുന്നത്? യൂണിറ്റ് 1 ആണോ 7 ആണോ? ഹെൽത്ത് കെയറിന്റെയാണ് തന്നത്. ഹെൽത്ത് കെയറിന്റെയാണ് മാം തന്നിട്ടുള്ളത്. ഹെൽത്ത് കെയറിന്റെയാണ് തന്നിട്ടുള്ളത് അല്ലെ? ഇനി ലാംഗ്വേജ് ഡെവലപ്മെന്റ് തരാനുണ്ട് അല്ലെ? അതെ, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഡിഫൻസ് മെക്കാനിസം, പിന്നെ ഇതും കൂടിയാണ്. ഓക്കെ, രണ്ടും കൂടി ഒരുമിച്ച് തന്നേക്കാം കേട്ടോ. ഫുഡ് ന്യൂട്രീഷൻ അത് മാത്രം തന്നത്. എന്താണ്? ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ് അത് മാത്രം തന്നത്. ഹെൽത്ത് കെയർ തരാനുണ്ട് മാം, അതിന് മുമ്പുള്ളത്. അതല്ല വന്ന ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ് അത് മാത്രം തന്നത്. 3ാമത്തെ ചാപ്റ്ററിന് മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഹെൽത്ത് കെയർ അപ്പൊ 3 ഒരുമിച്ചല്ലേ? ഓക്കെ. ഞാൻ എന്തെങ്കിലും മറന്നു പോയാൽ നിങ്ങൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ. എങ്ങനെ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റിന്റെ കാര്യം ഞാൻ മറന്നു പോവുകയാണെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കണം. ഓക്കെ. അപ്പൊ സിംപത്തിസം അതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതിന്റെ എക്സാമ്പിൾ ഒന്ന് പറയാമോ? ആക്ടിവിറ്റി തന്നിട്ടുള്ളത് ഓരോരുത്തരായിട്ട് വായിക്കട്ടോ. Okay ma'am, ഞാൻ വായിക്കാം അത്. Okay. The first one is repression. Repression means unconsciously you forget painful event or painful thing. Example, നമ്മളിപ്പോ ഒരു ഫ്രണ്ടിന്റെ കൂടെ വഴക്കിടുകയാണെങ്കിൽ ആ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ നമ്മൾ മറക്കും. അത് ശരിക്കും പറഞ്ഞാൽ അൺകോൺഷ്യസ്ലി ചെയ്യുന്നതാണ്, പർപ്പസ്ഫുള്ളി അല്ല. അപ്പൊ അതൊരു എക്സാമ്പിൾ. പിന്നെ നെക്സ്റ്റ് വൺ റിഗ്രഷൻ. റിഗ്രഷൻ എന്ന് പറയുന്നത് റിട്ടേണിംഗ് ടു ദ പാസ്റ്റ്. റിയാലിറ്റിയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ മറക്കാൻ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു കുഞ്ഞു കുട്ടിയെ പാരന്റ്സ് നന്നായി കെയർ ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ ചേച്ചിയോ ചേട്ടനോ തന്നെയും കെയർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് പാരന്റ്സിനോട്. അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. പിന്നെ നെഗറ്റീവ്സും എന്ന് പറഞ്ഞ ഒരു വ്യക്തി നമ്മൾ എന്ത് ചോദിച്ചാലും അത് നെഗറ്റീവ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് റിട്ടേൺ ഇൻസൾട്ടിങ് ഒരു ആൻസർ പറയുന്നതാണ് നെഗറ്റീവ്സും. പിന്നെ സിമ്പത്തിസം എന്ന് പറയുമ്പോൾ ഒരു സ്റ്റുഡന്റ് എക്സാമിൽ മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിലോ മാർക്ക് കുറയണമെങ്കിൽ ഒരു റീസൺ ആയിട്ട് പറയുന്നത് എന്റെ വീട്ടിലെ അച്ഛനമ്മ രണ്ടുപേർക്കും സുഖമില്ല, സോ അതുകൊണ്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റാത്തത് എന്ന് ആ ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്ത് ആള് മാർക്കും എടുക്കും, പിന്നെ എല്ലാവരുടെ അടുത്തും ഒരു അറ്റൻഷൻ സീക്ക് ചെയ്യും. അതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അത്ര എഴുതിയിട്ടുള്ളൂ മാം. ഓക്കെ മാം, ഞാൻ പറയാം മാം. റിപ്രഷൻ വേദനാജനകമായ ഓർമ്മകളെയും വികാരങ്ങളെയും മനസ്സ് നമ്മളറിയാതെ ഒളിപ്പിക്കുന്നതിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ചെറുപ്പത്തിൽ അനുഭവിച്ച വലിയൊരു ഭയം, നായ കടിച്ചത്, അങ്ങനെ പിന്നീട് അത് മനസ്സിൽ നിന്നും അടിച്ചമർത്തി കാരണം അറിയാതെ നായകളെ ഭയപ്പെടുന്നതിനെയാണ് റിപ്രഷൻ എക്സാമ്പിൾ. സെക്കൻഡ് വൺ റിഗ്രഷൻ. ഒരു വ്യക്തി കുട്ടിക്കാലത്തെ പെരുമാറ്റത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ജോലിയിൽ പരാജയപ്പെട്ടപ്പോൾ കളിപ്പാട്ടങ്ങൾ അടിക്കുകയും വാതിൽ അടിച്ച് ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ നെഗറ്റീവിസം. ഒരു വ്യക്തി മറ്റുള്ളവർ പറയുന്നതും നിർദ്ദേശിക്കുന്നതിനെയും എതിർക്കുന്ന പ്രവൃത്തിയാണ് നെഗറ്റീവിസം എന്ന് പറയുന്നത്. എക്സാമ്പിൾ, മാതാപിതാക്കൾ പുറത്തു പോകരുത് എന്ന് പറയുമ്പോൾ കുട്ടി പറയും ഇല്ല പുറത്തു പോകും. അത്. നെക്സ്റ്റ് വൺ സിമ്പതിസം. ഒരു വ്യക്തി മറ്റുള്ളവരുടെ ദുഃഖം, കഷ്ടം, വേദന എന്നിവ കാണുമ്പോൾ
കരുണ തോന്നുകയും അവരോട് സഹതാപം കാണിക്കുകയും ചെയ്യുന്നതിനെയാണ് സിമ്പതിസം പറയുന്നത്. എക്സാമ്പിൾ, വഴിയിൽ പരിക്കേറ്റ ഒരാളെ കണ്ടപ്പോൾ എത്ര വേദനിക്കുമല്ലോ എന്ന് അനുഭവിക്കുന്നതിന് അതൊരു എക്സാമ്പിളായി സിമ്പതിസത്തിന്. മാം ഞാൻ പറയട്ടെ. റിപ്രഷൻ, വേദനാകരമായ കാര്യങ്ങൾ ഓർമ്മയിൽ നിന്നും അടിച്ചു മൂടി മാറ്റി വെക്കുന്നത്. ഒരു കുഞ്ഞിനെ നായ കടിച്ച സംഭവം തന്നെ അവൾ ഓർമ്മയില്ലെങ്കിലും നായയെ കണ്ടാൽ ഭയം തോന്നുന്നത്. നെക്സ്റ്റ് വൺ, റിഗ്രഷൻ. When people face stress or problem in life, instead of handling them in a mature adult way, they go back to childish or immature behavior. This called regression. അതായത് ജോലി സ്ഥലത്ത് നിന്നും സമ്മർദ്ദം വരുമ്പോൾ ഒരാൾ വലിയവനെ പോലെ പ്രശ്നം കൈകാര്യം ചെയ്യാതെ കുട്ടിയെ പോലെ കോപിക്കുകയും കരയുകയും ചെയ്യുന്നത്. നെഗറ്റീവിസം, ഓൾവേസ് സെയിങ് നോ, resisting or opposing just for the sake of it. അധ്യാപകൻ ക്ലാസ്സിൽ ശാന്തമായി ഇരിക്കൂ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥി ശബ്ദം ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് വൺ, സിമ്പതിസം. സഹാനുഭൂതി നേടുന്നതാണ്. അതായത് പരീക്ഷയിൽ പരാജയപ്പെട്ട വിദ്യാർത്ഥി കൂടുതൽ പഠിക്കാൻ ശ്രമിക്കാതെ എനിക്ക് ഭാഗ്യമില്ല, എനിക്ക് അതിന് കഴിവില്ല എന്ന് പറഞ്ഞ് എല്ലാവരുടെയും സഹാനുഭൂതി നേടുന്നത്. താങ്ക് യു മാം. ഞാൻ വായിക്കാം. ഫസ്റ്റ് വൺ, റിപ്രഷൻ. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ എന്തെങ്കിലും ഓർക്കാൻ പറ്റാത്ത അനുഭവങ്ങളെ നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിൽ മറന്നു കളയുന്ന ഒരു പ്രവണതയാണ് റിപ്രഷൻ. അതിന് എക്സാമ്പിൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച് നമുക്ക് നികത്താൻ കഴിയാത്ത നഷ്ടങ്ങളെ നമ്മളത് മനഃപൂർവ്വം മറന്നുകൊണ്ട് മുന്നോട്ട് നമ്മൾ ജീവിക്കുന്നത് ഒരു എക്സാമ്പിൾ ആണ് അതിന്. അടുത്തത് റിഗ്രഷൻ. റിഗ്രഷൻ എന്ന് പറയുന്ന ഒരു സമ്മർദ്ദകരമായ ഒരു സാഹചര്യത്തെ ഒരു പ്രായപൂർത്തിയായ ഒരാൾ ഒരു കുട്ടികളെ പോലെ പെരുമാറി അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ് റിഗ്രഷൻ. അതിന് എക്സാമ്പിള്, പ്രസവശേഷം ഒരു സ്ത്രീ ആ പ്രസവശേഷം അവർക്കുണ്ടായിരുന്ന ഒരു സമ്മർദ്ദങ്ങളെ മറക്കാനായിട്ട് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ പോലെ പെരുമാറുകയും കളിപ്പാട്ടങ്ങളോട്ട് കളിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ ആണ്. അടുത്തത് നെഗറ്റീവിസം. നെഗറ്റീവിസം എന്ന് എന്ത് കാര്യത്തിനും ഒരു നെഗറ്റീവ്, പോസിറ്റീവ് അല്ലാതെ നെഗറ്റീവായി പറയുന്ന രീതിയാണ് നെഗറ്റീവിസം. അതായത് ഒരു ജോലിക്കും പോകാൻ താല്പര്യമില്ലാത്ത ഒരാള് എല്ലാ ജോലിക്കും അതിന്റെ കുറ്റങ്ങൾ മാത്രം കണ്ടെത്തി അതുകൊണ്ടാണ് ജോലിക്ക് പോകാത്തത് എന്ന് പറയുന്നത് ഈ നെഗറ്റീവിസത്തിനൊരു എക്സാമ്പിൾ ആണ്. സിമ്പതിസം, മറ്റുള്ളവരിൽ നിന്ന് സിമ്പതി പിടിച്ചു പറ്റുന്ന ഒരു പ്രവണതയാണ് സിമ്പതിസം. അത് ഒരാൾ എപ്പോഴും അസുഖമാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ മേലുള്ള ഉത്തരവാദിത്തങ്ങളെ ചെയ്യാൻ മടിക്കുന്നു. അത് അയാൾക്ക് എപ്പോഴും അസുഖമാണെന്നുള്ള കാരണമാണ് അയാൾ അതിന് പറയുന്നത്, ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പറ്റാത്തത് കൊണ്ട്. ഓക്കെ, താങ്ക് യു മാം. മാം ഞാൻ പറയാം. റിപ്രഷൻ, എക്സാമിൽ വളരെ മോശമായ അനുഭവം കുട്ടി ഓർക്കാതെ മറക്കാൻ ശ്രമിക്കുന്നത്. റിഗ്രഷൻ, അഡൽട്ടായ ഒരാൾ വലിയ പ്രശ്നം വന്നപ്പോൾ ചൈൽഡിഷ് ആയിട്ട് പെരുമാറുന്നത്. നെഗറ്റീവിസം, മാതാപിതാക്കൾ പറഞ്ഞാൽ ഇത് ചെയ്യരുതെന്ന് അത് തന്നെ കുട്ടി ചെയ്യുന്ന പറയുന്ന കാര്യം അത് തന്നെ. സിമ്പതിസം എന്ന് പറയുന്നത് ജോലി ശരിയായി ചെയ്യാതെ എനിക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ സപ്പോർട്ട് നേടുന്നത്. താങ്ക് യു മാം. മാം ഞാൻ പറയട്ടെ മാം. ലവ്ലി പറഞ്ഞു. ലൗലി ചേച്ചിയുടെ മൈക്ക് പറയുന്ന കേൾക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞോണ്ട് സോറി മാം. റിപ്രഷൻ നമ്മുടെ മൈൻഡില് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളും കോൺഷ്യസ് മൈൻഡിലേക്ക് കുഴിച്ചു മൂടുന്നതാണ് റിപ്രഷൻ. അതിന് എന്റെ എക്സാമ്പിൾ എന്റെ ജീവിതത്തിൽ നിന്നാ പറയണേ. എന്റെ ചേച്ചിയുടെ കുട്ടി 6 മാസമായപ്പോ പുറത്ത് വന്നതിന് ശേഷം 6 മാസമായപ്പോ മരിച്ചുപോയി. ഇപ്പൊ അതെല്ലാവരും അതിനുശേഷം ഇപ്പൊ 2 കുട്ടികളുണ്ട്, അവരെല്ലാം കല്യാണം കഴിക്കാറായി. ഇപ്പൊ ഞങ്ങളതെല്ലാം മറന്നു കളഞ്ഞു. അപ്പൊ അതൊരു റിപ്രഷണൽ ആണ്. റിഗ്രഷൻ, മുമ്പ് ധാരാളം വാത്സല്യമൊക്കെ കിട്ടിയിട്ട് കുട്ടിക്ക് പിന്നെ അത് കിട്ടാതാവുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോൾ ചെയ്യണ പ്രവൃത്തി. അതായത് എൻ്റെ മോളുടെ കുട്ടി കുഞ്ഞുനാളിൽ ജനിച്ചപ്പോൾ തുടങ്ങി വിരളയാ പോയിരുന്നു.
അപ്പൊ അതൊരു ഇതായി. പക്ഷെ ഇപ്പോഴും അവന് ടെൻഷൻ വരുമ്പോൾ അവൻ ആ വിരളി ചപ്പും. അതൊരു ഇതാണ്, എക്സാമ്പിൾ ആണ്. ദെൻ നെഗറ്റീവിസം, ചില വ്യക്തികൾ എന്ത് കാര്യം കണ്ടാലും കല്ല് പോലെ നിൽക്കും, മറ്റുള്ളവരെ പരിഹസിക്കും, വളച്ചൊടിച്ച് എന്തിനും നെഗറ്റിവിറ്റി കണ്ടെത്തുന്നത്. അതായത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിയുടെ കുറ്റങ്ങളല്ല മറ്റുള്ളവരുടെ കുറ്റങ്ങൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മളുടെ എന്ത് ഉണ്ടെങ്കിലും അതിന് നമ്മൾ എന്ത് നല്ലൊരു കാര്യം ചെയ്താലും അത് വളച്ചൊടിച്ച് കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതിന്റെ എക്സാമ്പിൾ. സിമ്പതിസം, ചില ആളുകൾ മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി പിടിച്ചു പറ്റിയിട്ട് പ്രോബ്ലംസിൽ നിന്ന് മുക്തി നേടുന്നത്. അതായത് എൻ്റെ അനുഭവമാണ്. ഞാൻ അസുഖമായിട്ടിരുന്നപ്പോൾ എൻ്റെ പിള്ളേരും ചേട്ടനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ആ ഒരു സിമ്പതിയിൽ ഞാൻ അങ്ങ് പോകുമായിരുന്നു. കാരണം എനിക്ക് പണി, അവരെന്നെ എല്ലാ വർക്കും ചെയ്തിരുന്നത്, അടുക്കള കാര്യങ്ങളായാലും എല്ലാം ചെയ്തിരുന്നത്. അതൊരു സിമ്പതിസത്തിന്റെ ഒരു ഇതാണ്. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ്. ഞാൻ പറയട്ടെ. റിപ്രഷൻ, അതായത് ഒരാൾക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഓർമ്മകളെയും വികാരങ്ങളെയും അവബോധത്തിൽ നിന്ന് അജ്ഞതയായി പുറത്താക്കുന്നതാണ് റിപ്രഷൻ. ഉദാഹരണം, കുട്ടിക്കാലത്ത് ഗുരുതരമായ വാഹനാപകടം സംഭവിച്ച ആളിന് പിന്നീട് ആ സംഭവത്തെക്കുറിച്ച് ഒന്നും ഓർമ്മയില്ല. പക്ഷെ അവൻ വാഹനം കയറുമ്പോൾ ഒരുതരം പേടിയും ഉത്കണ്ഠയും അനുഭവിക്കും, അതിന്റെ കാരണം അറിയാതെ തന്നെ. അതാണ് അതിനൊരു ഉദാഹരണം. റിഗ്രഷൻ എന്ന് പറഞ്ഞത് ഒരാൾക്ക് സമ്മർദ്ദമോ ഭയമോ ഉണ്ടായാൽ അയാൾ ബാല്യത്തിൽ ചെയ്തിരുന്ന പെരുമാറ്റത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ്. ഉദാഹരണം, ഒരു മുതിർന്ന വിദ്യാർത്ഥിക്ക് പരീക്ഷയിൽ പരാജയപ്പെടുമ്പോൾ കുട്ടിയെ പോലെ കരയുകയും കളിപ്പാട്ടങ്ങളുമായി ഇരിക്കുകയും ചെയ്യുന്നത്. പിന്നെ നെഗറ്റിവിസം എന്നത് മറ്റുള്ളവര് പറയുന്നതിനോ നിർദ്ദേശിക്കുന്നതിനോ ആവശ്യപ്പെടുന്നതിനോ എപ്പോഴും വിരുദ്ധമായി പെരുമാറുന്നതാണ് നെഗറ്റിവിസം. ഉദാഹരണം, അമ്മ കുട്ടിയോട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ കുട്ടി ഇല്ല എനിക്ക് വേണ്ട എന്ന് പറയുന്നത്. അധ്യാപകൻ നീ പഠിക്കണം എന്ന് പറഞ്ഞാൽ കുട്ടി മറിച്ച് പഠിക്കാൻ താല്പര്യം കാണിക്കാതെ ഇരിക്കുന്നത്. ഇതൊക്കെ അതിനൊരു ഉദാഹരണമായിട്ട് പറയാം. സിമ്പതിസം എന്നത് ഒരാൾ സ്വന്തം പ്രശ്നങ്ങൾ അതിശയിപ്പിച്ച് പറഞ്ഞ് മറ്റുള്ളവരുടെ സഹാനുഭൂതിയും കരുണയും നേടാൻ ശ്രമിക്കുന്നതിനാണ്. ഉദാഹരണം, ചെറിയൊരു രോഗം വന്നിട്ടും എനിക്ക് വളരെ ഗുരുതരമായ രോഗമായി തോന്നുന്നു എന്ന് പറഞ്ഞ് എല്ലാവരെയും തനിക്ക് ശ്രദ്ധ കൊടുക്കണമെന്ന് നോക്കുന്നത് പോലെ. താങ്ക് യു. ഓക്കെ, ഇനി ആരാണ്? ഓക്കെ, അടുത്തത് വിഡ്രോവൽ ആണ് കേട്ടോ. വിഡ്രോവൽ നിങ്ങൾ വായിച്ചായിരുന്നോ? വിഡ്രോവൽ വായിച്ചിരുന്നു. എന്താ മനസ്സിലായത് വിഡ്രോവൽ വായിച്ചപ്പോ ഹസീന? ഒരു വിഡ്രോവൽ എന്നതൊരു പ്രതിരോധ സംവിധാനമാണ്. വ്യക്തി ബുദ്ധിമുട്ടുകൾ, ആശങ്ക, തോൽവി, സംഘർഷം തുടങ്ങിയ അവസ്ഥയിൽ നിന്ന് ഒഴിവാകാനും മാറി നിൽക്കാനും ശ്രമിക്കുന്ന ഒരു സംവിധാനമാണ് വിഡ്രോവൽ എന്ന് പറഞ്ഞ പ്രവൃത്തിയാണ്. ഇത് പ്രോബ്ലം ഫേസ് ചെയ്യാതെ അവോയ്ഡ് ചെയ്യുക എന്നതാണ് പ്രധാന ലക്ഷ്യം. പരീക്ഷയിൽ പാസ്സാവില്ലെന്ന് കരുതിയിട്ടൊരു വിദ്യാർത്ഥി പരീക്ഷ എഴുതാതെ പോകുന്നത്, അതേപോലെ മത്സരത്തില് തോറ്റേക്കുമെന്ന് കരുതിയിട്ട് പങ്കെടുക്കാതിരിക്കുന്നത്, ഇതെല്ലാം വിഡ്രോവലിന്റെ എക്സാമ്പിളാണ്. ഇല്ലേ മാം? ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും വിഡ്രോവലിനെ കുറിച്ച്? അതന്നെ, അത് ഒരു കോമ്പറ്റീഷൻ ആയാലും എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ തന്നെ എനിക്കിത് പറ്റില്ല എന്ന് തീരുമാനിച്ചാൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, കംപ്ലീറ്റ് പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അതിന്റെ മീറ്റിംഗ് ഒന്ന് ചെയ്യാൻ പറയണെങ്കിൽ, അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാൻ പറയണെങ്കിൽ അവർക്ക് ആ ഒരു എന്താ പറയാ, സേഫ് ആൻഡ് സെക്യൂർ അതൊക്കെ ഓർത്തിട്ട് അവര് അത് പറ്റില്ല എന്നും പറഞ്ഞിട്ട് കംപ്ലീറ്റ് പുറത്തേക്ക് വരുന്നതാണ്. അതായത് ഏതൊരു സിറ്റുവേഷൻ ആയാലും അതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു. അവർക്ക് റിയൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അതിനെ റെഫ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി, ഇതിനെയാണ് വിഡ്രോവൽ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ ഏകദേശം ഒരു ധാരണ മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഇതിന് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ചില ആളുകള് മരിച്ചു കഴിഞ്ഞാല് അവരുടെ ഡെഡ് ബോഡീസ് കാണാനായിട്ട് ചില വ്യക്തികൾ പോവാറില്ല. എന്തുകൊണ്ടാണ്?
ഞാൻ എങ്ങനെയാ മാം, എനിക്ക് ആ നല്ലൊരു ഫേസ് ഓർമ്മയുണ്ട്, നല്ലൊരു ആ ഒരു ഇരിക്കുന്നത് ഓർമ്മയുണ്ട്. ഒരാള് പറയൂ, ലവ്ലി പറയൂ, ലവ്ലി പറഞ്ഞോളൂ. ജീവിച്ചിരിക്കുന്ന ആളുടെ ആ ഒരു ഫേസും അയാളുടെ ആ ഒരു എക്സ്പ്രഷനും ഓർമ്മയിലുണ്ട്. മരിച്ചു കഴിഞ്ഞിട്ട് പോയി ആ ഒരു വികാരം ഇല്ലാത്തൊരു ഇത് കാണാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അതൊരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതായത് ചില സിറ്റുവേഷൻസിനെ നമ്മൾ മനഃപൂർവ്വം എന്ത് ചെയ്യാണ്, അവോയ്ഡ് ചെയ്യുന്നതാണ് ഇത് വിഡ്രോവൽ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ചിലപ്പോ മനസ്സിലും ഭയം ഉണ്ടാവാം ആ ഒരു കാഴ്ച കാണുമ്പോൾ. ഇപ്പൊ മരിച്ചു കിടക്കുന്ന വ്യക്തിനെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വിഷമം വരാം, അതുപോലെ ഭയം ഉണ്ടാകാം, അങ്ങനെ കുറേയധികം ഇമോഷൻസ് ആ ഒരു സമയത്ത് നമ്മുടെ ഉള്ളിലൂടെ പാസ് ചെയ്യും. അപ്പൊ ഇതിനൊക്കെ ഒരു കാണാനുള്ളൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിനെ റെഫ്യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആണെന്ത് ഈ ഒരു വിഡ്രോവൽ എന്ന് പറയുന്നത്. ഇപ്പൊ മരിച്ചു കിടക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ഡെഡ് ബോഡീസ് കാണാൻ ചെല്ലുന്നതിന്റെ ആ ഒരു കാര്യത്തിൽ മാത്രമല്ല, ചില രോഗികള് ഒരു വളരെ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിലൊക്കെ കിടക്കുമ്പോൾ നമ്മൾ പോയി കാണാറില്ല, അല്ലെ? അതായത് അതിൽ നിന്ന് മുഖം തിരിക്കുന്ന അല്ലെങ്കിൽ എന്താണ് ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാനുള്ള ഒരു വിഷമം, അല്ലെങ്കിൽ അതിനെ മാക്സിമം എന്താ പറയാ ആ ഒരു സിറ്റുവേഷനിലൊക്കെ ചെന്ന് എന്താ പറയാ ചെന്ന് കാണാനും അവരോട് മിങ്കിൾ ചെയ്യാനും സംസാരിക്കാനുമുള്ള ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അതിനെയും വിഡ്രോവൽ എന്ന് പറയാം, അല്ലെ? ഇപ്പൊ ആക്സിഡന്റ് ആയിട്ട് അവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അവർ ഫേസ് ചെയ്ത് എന്താ സംസാരിക്കാൻ, എന്താ പറയണ്ടേന്നുള്ളൊരു ബുദ്ധിമുട്ട്, സംസാരിക്കേണ്ടത് എന്താ പറയേണ്ടത്, അല്ലെ? അതായത് നമുക്കറിയില്ല, ചിലപ്പോ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം ബാധിച്ച് കിടക്കുന്ന വ്യക്തികളായിരിക്കാം. അപ്പൊ അവര് ചെന്ന് കാണുമ്പോൾ നമുക്ക് ഒന്നും പറയാനില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഫേസ് ടു ഫേസ് നമുക്ക് നോക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പൊ ഇത്തരം ഒരു അവസ്ഥയിൽ നമ്മുടെ മനസ്സിന് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പൊ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് റിഗ്രറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ്. ഇതിനെയാണ് വിഡ്രോവൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതൊരു ഡിഫൻസ് മെക്കാനിസം അല്ലേ? ഇതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. പിന്നെ അതുപോലെ തന്നെ ചില വ്യക്തികള് എന്താ പറയാ, ഇപ്പോ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ തന്നെ ആരെങ്കിലും മരിച്ചു എന്ന് വിചാരിക്കും. ഓക്കെ, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൽ ആരെങ്കിലും ഒക്കെ മരിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ അവരുടെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകാം, അവര് അടുത്തിരുന്ന് കരയുന്നുണ്ടാവാം. പക്ഷെ നമ്മള് അവിടെ ചെന്നിട്ട് നമ്മൾക്ക് അവരെ ആശ്വസിപ്പിക്കാൻ എന്താണ് പറയേണ്ടത്, അവരെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്നൊന്നും അറിയാത്തൊരവസ്ഥ. അതൊന്നും നമ്മൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതിനെ നമുക്ക് വിഡ്രോവൽ എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിഡ്രോവൽ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കുന്നത്. നമുക്ക് പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം, അല്ലെ? നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ചിലപ്പോൾ മരിച്ചെന്ന് വരാം, അല്ലെങ്കിൽ ആരെങ്കിലും ചിലപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയെന്ന് വരാം. അപ്പൊ നമ്മൾ അവിടെ ചെല്ലേണ്ട, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, അല്ലെ? അവിടെ ചെല്ലണം. ഒരു വ്യക്തി മരിച്ചു, ഇനി ആ വ്യക്തിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല, അല്ലെ? ആ വ്യക്തി ആ ഭൂമിയിൽ നിന്ന് മടങ്ങുന്ന അവസാന നിമിഷമാണത്. പിന്നീട് ഒരിക്കലും ആ വ്യക്തിയെ നമുക്ക് തിരിച്ചു കിട്ടുകയില്ല, അവരെ കാണാനും ഒന്നും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ലാസ്റ്റ് ഒരു നോക്ക് കാണാനായിട്ട് പോകണം. ഓക്കെ, എത്ര വലിയ വിദ്വേഷം അല്ലെങ്കിൽ ദേഷ്യം, പക ഉള്ളിലുള്ള ആളുകളാണെങ്കിൽ പോലും, ശത്രുക്കളായാലും മരിച്ചു കിടക്കുമ്പോൾ ചെന്ന് കാണണം എന്നാ പറയാ, അല്ലെ? അപ്പോ എല്ലാ ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, അത് ചെന്ന് കാണണം, ആ ബോഡി കാണണം, അവരെ നമസ്കരിക്കണം, അല്ലെ? അങ്ങനെയുള്ള ഒരു കാര്യം പറയാറുണ്ട്. പക്ഷെ ചില വ്യക്തികൾക്ക് ഇങ്ങനെയുള്ള ചെന്ന് കാണുമ്പോഴും അല്ലെങ്കിൽ അവരുടെ മനസ്സിന് അത് താങ്ങാൻ പറ്റാത്ത വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ദാറ്റ് ഈസ് വിഡ്രോവൽ. പിന്നെ ചില വ്യക്തികൾ തല കറങ്ങി വീഴുന്നത് കാണാം, ഡെഡ് ബോഡി ഒക്കെ കാണുമ്പോൾ. കണ്ടിട്ടുണ്ടോ നിങ്ങള്? അതും വിഡ്രോവൽസ്. കാരണം മനസ്സിന് താങ്ങാൻ പറ്റുന്നില്ല, കാഴ്ച കാണാനോ അല്ലെങ്കിൽ അതുമായിട്ട് ഉൾക്കൊള്ളാനോ ഉള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ആ ഒരു ഇത് അവർക്കില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോ ബോധം വിട്ട് വീണെന്ന് വരാം. ഓക്കെ, ദാറ്റ് ഈസ് വിഡ്രോവൽ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ ആയി. ഓക്കെ, ദെൻ അടുത്തതാണ് ഫാന്റസി ഓർ ഡേ ഡ്രീമിംഗ്. വായിച്ചായിരുന്നോ നിങ്ങൾ ഡേ ഡ്രീമിങ്? ഡേ ഡ്രീമിങ് എന്താ മനസ്സിലായത്? ഫാന്റസി റിയാലിറ്റി
ശ്രുതി പറയാം. കൊണ്ട് ഞാൻ പറയിപ്പിക്കാം കേട്ടോ. ശ്രുതി പറയാം. റിയാലിറ്റി മറന്ന് ഇമാജിനേഷനിൽ ജീവിക്കുന്നതാണ് അല്ലേ? അതെ അതെ, ഇമാജിനേഷനിൽ ജീവിക്കുന്നത്. റിയാലിറ്റി മറന്ന് നമ്മൾ ഇമാജിനേഷനിൽ ജീവിക്കുന്നതാണ്. പലതും നമ്മൾ ഇമാജിൻ ചെയ്യുന്നു അല്ലെ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് നമ്മൾ ഈ പ്രസിഡന്റിന്റെ ചെയറിൽ ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇല്ലേ? നമ്മൾ ആ പദവിയിൽ ഇരിക്കുന്ന, ആ പൊസിഷനിൽ ഇരിക്കുന്നത് നമുക്ക് ഇവിടെ ഇമാജിൻ ചെയ്യാൻ പറ്റില്ലേ? സ്വപ്നം കാണുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ആർക്ക് വേണമെങ്കിലും എന്തോരം സ്വപ്നം വേണമെങ്കിലും കാണാം അല്ലെ. നമ്മള് എന്താ പറയാ, പറക്കുന്നത്, അങ്ങനെ കുറേയധികം എന്താ പറയാ, കുറേയധികം എക്സാമ്പിൾ ഉണ്ട് ഇതിന്. അതായത് ഈ ഒരു റിയാലിറ്റി എന്താണെന്ന് നമ്മൾ മറക്കുകയും നമ്മൾ ഇമാജിനേഷൻ അല്ലെങ്കിൽ ഫാന്റസിയിൽ ആയി പോവുകയും ചെയ്യുന്നതാണ്. അതിലൂടെ നമുക്ക് മനസ്സിനെ ആശ്വസിപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അത് നമുക്ക് റിയാലിറ്റി അല്ലെങ്കിൽ കൂടിയും അത് നമുക്ക് മനസ്സിൽ കാണാം അല്ലെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഏതാണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം അറിയോ മാം? ദിവാസ്വപ്നം എന്ന് പറയും. ദിവാസ്വപ്നം എന്ന് പറയും. ലവ്ലി പറയൂ, എന്താണ് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ആഗ്രഹം എന്താണ്? അതാണ് ദിവാസ്വപ്നം എന്നാ മാം പറഞ്ഞത്, അല്ലാതെ വേറെ. ഞാൻ പറയാം. എനിക്ക് ഒരു ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ഡേ കെയർ തുടങ്ങണം എന്നുണ്ട്, ചേട്ടന്റെ അടുത്ത് പോയിട്ട് ഖത്തറില്. അപ്പൊ അത് വലിയ സ്വപ്നമാണ്. പക്ഷെ നടക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാനത് ഇടയ്ക്ക് സ്വപ്നം കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കും. കാരണം അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. പക്ഷെ അത് സാധിക്കുവാണെന്ന് അറിയില്ലെങ്കിലും ഞാനത് ഇടയ്ക്ക് സ്വപ്നം കാണാറുണ്ട്. സാധിക്കും കേട്ടോ. അതായത് നമ്മൾ വെറുതെ സ്വപ്നം കണ്ടുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമാണ് ഇത് റിയാലിറ്റിയിൽ വരാം. ചില ആളുകളുണ്ട് സ്വപ്നങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുള്ളൂ. ശരിയാ, സ്വപ്നങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരിക്കും, പക്ഷെ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കില്ല. അതുകൊണ്ടാണ് റിയാലിറ്റിയിലാകാത്തത്. അപ്പോ ഇത്തരത്തിലുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാല് ഇത്തരത്തിൽ എന്താ പറയുക, പകൽ മുഴുവൻ പകൽ സ്വപ്നം കാണുക എന്ന് പറയും. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാത്രിയിൽ ഉറങ്ങുമ്പോഴാണ് സ്വപ്നം കാണുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ നേരം വെളുക്കുമ്പോഴത് പകുതി നമ്മുടെ മനസ്സിലുണ്ടാവും, പകുതി മറന്നുപോകും. നമ്മൾ ഇതുവരെ കണ്ട സ്വപ്നങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽപ്പുണ്ടാവും? രാത്രിയിൽ കണ്ട സ്വപ്നങ്ങള് ഇല്ല, അത് മറന്നു പോവും അല്ലെ. ഓക്കെ, അപ്പോ ഇതാണ്, അതായത് പകല് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. എനിക്ക് അങ്ങനെയാകും. എനിക്ക് ചില സമയത്ത് നമ്മള് ഏതെങ്കിലും ഒരു മൂവി സോങ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോ ഞാനായിരിക്കും അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇമാജിൻ ചെയ്യാറുണ്ട് സിനിമയിലെ. അത് ആക്ട്രസിന് പകരം ഞാനായിരിക്കും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങനെ അതായത് ഈ ഒരു സ്വപ്നം കാണുക എന്ന് പറയുമ്പോൾ ആ സ്വപ്നത്തിലൂടെ നമ്മള് അതെന്താ പറയാ, അത് റിയൽ ആയിട്ട് നമ്മുടെ മനസ്സിൽ കാണുവാണ്. അപ്പൊ അങ്ങനെ ആകുന്നു. ഇപ്പൊ എനിക്ക് ഇന്ത്യൻ രാഷ്ട്രപതി ആകണം എന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ, അപ്പൊ ഞാനത് സ്വപ്നം കാണുവാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നു. അത് റിയാലിറ്റിയിൽ അല്ലെങ്കിൽ കൂടിയും അങ്ങനെ കണ്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നതാണ് ഈ ഒരു ഫാന്റസി അല്ലെങ്കിൽ ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്വപ്നം കാണുക കേട്ടോ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ലൈഫിൽ ഇപ്പൊ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ലൈഫിൽ കൂടുതലായിട്ട് നടക്കുന്നത്. അബ്ദുൽ കലാം പറഞ്ഞ കാര്യല്ലേ? അബ്ദുൽ കലാം, അതെ അതെ, അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, സ്വപ്നങ്ങൾ കാണുക എന്നുള്ളത് അല്ലെ. ഓക്കെ, അപ്പോ ഈ ഒരു എന്താ പറയാ, നമ്മുടെ സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ നമുക്ക് പലതരത്തിലുള്ള ടെൻഷൻസ് ഉണ്ട് അല്ലെ. നിങ്ങൾക്ക് ഉണ്ടാവാറല്ലേ, ടെൻഷൻസ് ഉണ്ടാവാറുണ്ടാവും? ഇല്ലേ, ജീവിതത്തിൽ അതില്ലാതില്ലല്ലോ. ഉണ്ടാവാറുണ്ട്. എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോ കുറച്ച് കാര്യങ്ങൾ, അതായത് ടെൻഷൻ കുറച്ച് നമ്മൾ മാറ്റി വെച്ച് നമ്മൾ കുറച്ച് സ്വപ്നങ്ങൾ കണ്ട് തുടങ്ങുവാണെങ്കിൽ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകും. അതായത് ടെൻഷൻ എവിടെ, എപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകൾക്ക് എന്താ സംഭവിക്കുന്നത്? ഡിപ്രഷൻ വരും. അല്ലെ, എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിലും മാറില്ല ഇല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമ്മൾക്ക് എന്തെങ്കിലും ഒരു രോഗം ഉണ്ടായി വിചാരിക്കുക, ഈ ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്കത് മാറില്ല. ഓക്കെ, അധികമായിട്ട് ടെൻഷൻ ഹൈ ആകും അല്ലെ. അധികമായിട്ട് നമ്മൾ ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. എന്താണ് ആ ഹോർമോൺ, അറിയാമോ?
കോർട്ടിസോൾ ആണ് കേട്ടോ. കോർട്ടിസോൾ കേട്ടിട്ടുണ്ടോ? മാം. ഒരു തരം ചീത്ത ഹോർമോൺ ആണത്. ആ കോർട്ടിസോൾ പ്രൊഡക്ഷൻ അമിതമായിട്ട് നടക്കും. അമിതമായിട്ട് നടക്കുമ്പോൾ നമ്മള് എന്താ പറയാ, നമ്മള് തീരെ എനർജറ്റിക് ആവില്ല, നമുക്ക് എപ്പോഴും ഉറക്കം വരുന്നതായിട്ട് ഫീൽ ചെയ്യും, നമ്മുടെ വെയിറ്റ് കൂടും. അങ്ങനെ അതായത് ടെൻഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ ചിലര് പറയാറുണ്ട് ഭക്ഷണം കഴിച്ചാൽ മാത്രമാണ് വണ്ണം വെക്കുന്നത്, അല്ലെ, എക്സസൈസ് ചെയ്യാത്തത് കൊണ്ടാണ് വണ്ണം വെക്കുന്നത് എന്നൊക്കെ. അതൊക്കെ ഒരു ഫാക്ടർ തന്നെയാണ്. പക്ഷെ അതിന്റെ കൂടെ സ്ട്രെസ് ഉണ്ടെങ്കിൽ ടെൻഷൻ അടിച്ചാലും വണ്ണം വെക്കും. അപ്പോ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം. പലതരത്തിലുള്ള സ്ട്രെസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ട് കുറെ നാൾ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചെറുപ്പത്തിലെ തന്നെ രോഗം പിടിപെടും, അല്ലെ, ഭയങ്കരമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പൊ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? യോഗ ചെയ്യാം, അല്ലെ, യോഗ ചെയ്യാം. പിന്നെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ അധികം ശ്രദ്ധിച്ചു ഇഷ്ടപ്പെട്ട കാര്യങ്ങള് ചെയ്യാം. മ്യൂസിക്, ഡാൻസ്, സോങ് കേൾക്കാം. സോങ് കേൾക്കാം, പാട്ടൊക്കെ കേൾക്കാം. എന്താ ഡാൻസും പാട്ടൊക്കെ ചെയ്താല് കൊറേ ഡാൻസും പാട്ടൊക്കെ ചെയ്താൽ കുറേ, അല്ലെ? മാം ഞാൻ കോമഡി അധികം കാണലുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ടെൻഷൻ അടിച്ചിരിക്കുമ്പോ എന്തെങ്കിലും കോമഡി സീൻസ് ഒക്കെ ആശ്വാസം കിട്ടുന്നുണ്ട്. ചിരിക്കാനുള്ളതൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒക്കെ കണ്ടുകൊണ്ടിരുന്നാല് നമ്മുടെ ടെൻഷൻ മാറും, അല്ലെ? ശരിയായ യാത്ര ചെയ്താല് ടെൻഷൻ മാറും. യാത്ര ചെയ്താല് ടൂറൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നാൽ നമ്മുടെ ടെൻഷൻ കുറെ കുറയും. മെഡിറ്റേഷൻ ചെയ്യുന്നവർ എത്ര പേരുണ്ട് ഇതിനകത്ത്? മെഡിറ്റേഷൻ ഞാൻ ചെയ്യാറുണ്ട്. നമ്മുടെ മനസ്സിന് പിന്നെ നിർത്തി, കുറച്ച് ദിവസം ചെയ്ത് പിന്നെ നിർത്തി. പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു യോഗ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്ന കുറച്ചു ദിവസം കറക്റ്റ് സമയത്ത് എഴുന്നേറ്റൊക്കെ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പിന്നെ അത് മടിയായി, പിന്നെ സ്റ്റോപ്പായി. രാവിലെ എഴുന്നേറ്റ് അപ്പൊ തന്നെ ചെയ്യാം, ബെഡിൽ ഇരുന്ന് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒരു 15 മിനിറ്റ് ഒന്ന് ചെയ്ത് നോക്കിയേ എല്ലാ ദിവസവും. ഞാൻ ചെയ്യാറുണ്ട് മാം. ചെയ്യാറുണ്ട്, അല്ലെ? മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരാഴ്ച കൊണ്ടൊന്നും മാറ്റം ഉണ്ടാവില്ല. ഒരു 2 ആഴ്ചയൊക്കെ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങളുടെ മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയാനായിട്ട് സാധിക്കും. മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ 15 മിനിറ്റ് ചെയ്താൽ മതി. നമ്മുടെ യൂട്യൂബിലൊക്കെ മെഡിറ്റേഷന്റെ ഇതുണ്ട്, മ്യൂസിക് ഉണ്ട്. അതൊന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ഇൻ എടുക്കുക. 15 മിനിറ്റ് ബ്രീത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ബാക്കിയുള്ള ചിലപ്പോൾ നമുക്ക് പല പല തോട്ടുകളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് വരും. അത് ആദ്യം ഉണ്ടാവുള്ളൂ. അതിനെ പരമാവധി കൺട്രോൾ ചെയ്തിട്ട് ആ മ്യൂസിക് വെച്ചിട്ട് പരമാവധി ബ്രീത്ത് ഇൻ, അതായത് വെളുപ്പിനിരിക്കുന്ന സമയം, അതായത് കിടക്കയിൽ നിന്ന് ഇരിക്കുന്ന സമയമാണ് ഏറ്റവും നല്ലത്. വേറെ നമുക്ക് ശബ്ദങ്ങളോ കോലാഹലങ്ങളോ ഒന്നും ഉണ്ടാവില്ല. വീട്ടമ്മമാരാണെങ്കിൽ പ്രത്യേകിച്ചും ഒരു 6 മണിക്കൊക്കെ മുമ്പ് ഇരിക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അധിക തരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാവില്ല. പിന്നെ കുറച്ചും കൂടി നേരം വെളുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വീട്ടില് ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ബെഡിൽ ഇരുന്ന് പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ചിലവര് ചമ്പളപ്പടിയിട്ട് ചെയ്യാറുണ്ട്, നമ്മുടെ യോഗ നമസ്കാരം ചെയ്യുന്ന പോലെ ചെയ്യാറുണ്ട്. ചിലവര് ബെഡിൽ കിടന്ന് ചെയ്യാറുണ്ട്. അപ്പൊ ഇരുന്ന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ബെഡില് എണീറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇരിക്കുക. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ചിങ് പോലെ ചെയ്യുമല്ലോ, കഴുത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനക്കി കൈയും കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ എണീക്കുക, അല്ലെ? എണീറ്റ് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ബ്രീത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും, ഹെൽപ്ഫുൾ ആണ്. കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. അതുകൊണ്ടാണ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യാന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സസൈസുകൾ ചെയ്യാം. ഓക്കെ, എക്സസൈസുകൾ ചെയ്യാം. അതിലൂടെയും ഈ കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ, ഈ ടെൻഷൻ കൊണ്ടുണ്ടാവുന്ന ഈ ഒരു പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ നല്ല രീതിയിൽ ഫുഡ് മാനേജ് ചെയ്യാം. ഓക്കെ, ഒരു ബാലൻസ്ഡ് ഡയറ്റ്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മാത്രം പോഷൻ കൺട്രോൾ ചെയ്ത് ഭക്ഷണം കഴിക്കാം. ഓക്കെ, എക്സസൈസ് ചെയ്യുന്നതാണ് ഏറ്റവും, എല്ലാ ഡോക്ടേഴ്സും പറയുന്ന ഒരു കാര്യമാണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. കാരണം എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലവിധ ബെനിഫിറ്റ്സ് ആണ്. ചിലപ്പോൾ നമുക്ക് ഭയങ്കര മടിയായിരിക്കും അത് ചെയ്യാനായിട്ട് ഉണ്ടാവുക, അല്ലെ? മടിയാണ്.
മടിയാണ് രാവിലെ എണീറ്റ് അത് ചെയ്യണം. ആ ഒരു എഴുന്നേറ്റ് നേരെ പിള്ളേർക്ക് പിള്ളേരൊക്കെ കാണോ, ഫാമിലിയുള്ള ആളുകളൊക്കെ കാണോ ഞാൻ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഒരു ഭയം അല്ല അങ്ങനെയൊക്കെ ഒരു തോന്നൽ ഉണ്ടാവാറില്ലേ നിങ്ങൾക്ക്? ഞാൻ യോഗ ചെയ്തിരുന്നതാണ്, പക്ഷെ ഇപ്പൊ എനിക്ക് നടുവിന് പ്രോബ്ലം ഉണ്ട്. ഞാൻ 2-3 പ്രാവശ്യം വീണിട്ടുണ്ട് നടു കുത്തിയിട്ട്. അപ്പൊ ഡിസ്കിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്കത് എക്സസൈസ് ചിലതൊന്നും ചെയ്യാൻ പറ്റില്ല. ചില സിമ്പിൾ കസേരയിൽ ഇരുന്നിട്ടുള്ളത് മാത്രമേ ചെയ്യാം. ഞാൻ ചെയ്തിരുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഒട്ടും വണ്ണം ഉണ്ടായിരുന്നില്ല, ഉറച്ച ബോഡി ആയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് പറ്റുന്നില്ല. ഈ ഡിസ്കിന് പ്രോബ്ലം ഉണ്ട്, വളവുണ്ട്, തേയ്മാനം ഉണ്ട്, അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് നമുക്കത് എക്സസൈസ് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മുടെ അതിന് വേദന വരും. ഭയങ്കര വേദന. അത് ശരിയാണ്. അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളവരൊന്നും ചെയ്യണ്ട. അങ്ങനെയുള്ളവർക്കുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുക എന്നുള്ളത്. വാക്കിംഗ് നടന്നാലും എനിക്ക് നടുവിന് പ്രോബ്ലം. ദൂരം നടന്ന് കുറച്ചധികം നേരം നടന്നു കഴിയുമ്പോൾ നടുവിന് ഭയങ്കര പ്രോബ്ലം വരും. ഇപ്പൊ മെഡിറ്റേഷൻ മാത്രമേ ചെയ്യണുള്ളൂ. മാത്രം ചെയ്താൽ മതി കേട്ടോ. വ്യത്യാസം തോന്നിയിട്ടുണ്ടല്ലോ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോ? നമ്മുടെ മൈൻഡ് നല്ല കാമായിരിക്കും, നമ്മള് ഫ്രഷ് ആയിരിക്കും, വേറെ ചിന്തകളൊന്നും വരില്ല. നല്ലൊരു ഇതാണ് ഞാൻ ചെയ്യാറുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവരും അത് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ഉള്ളൂ നമ്മുടെ ഡിഫൻസ് മെക്കാനിസം. അതിന്റെ താഴെ മാം ബിസൈഡ്സ് ദീസ് ആർ അതർ അത് വേണ്ട കേട്ടോ, അത് ആവശ്യമില്ലാത്തതാണ്, അത് വേണ്ട. ഓക്കെ മാം, താങ്ക് യു. നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തായിരുന്നോ നിങ്ങൾക്ക്? നീഡ്സ് ഇല്ല മാം, ആരും എടുത്തിട്ടില്ല. മാം സംശയം മാം, നമുക്ക് എന്നായിരിക്കും ഇന്റേൺഷിപ്പ് വരുന്നത്? ഇപ്പൊ 6 മാസം കഴിഞ്ഞിട്ടെന്നല്ലേ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? ഇന്റേൺഷിപ്പ് സ്കൂളിലെ ട്രെയിനിങ് പീരീഡിന് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെന്നായിരിക്കും മാം? അത് നമുക്ക് പോകാമല്ലോ. ഇപ്പോ ബാച്ച് അത് 6 മാസം കഴിഞ്ഞിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാനിപ്പോ ഓർക്കുന്നില്ല. ജയദേവൻ സാർ എന്തോ പറഞ്ഞ പോലെ അങ്ങനെ എന്തോ 6 മാസം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. 6 മാസം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞല്ലേ? ഇപ്പൊ 6 മാസം ആയോ ബാച്ച് തുടങ്ങിയിട്ട്? 4 മാസം ആയിട്ടില്ല അല്ലേ? നെക്സ്റ്റ് മന്ത് വരുമ്പോ 6 മാസമാവും. ഒക്ടോബർ വരുമ്പോ 6 മാസം. അത് ഞാനൊന്ന് ചോദിക്കട്ടെ കേട്ടോ, ചോദിച്ചിട്ട് പറയാം. മിസ്, അത് മോണ്ടിസോറി മെത്തേഡ് ഒക്കെ പഠിച്ച് ഇടുന്ന സമയത്ത് പോവാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. എന്താണ് മോണ്ടിസോറി മെത്തേഡ് പഠിപ്പിച്ചു തുടങ്ങുന്ന സമയത്തേ അത് ഏകദേശം പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ? അതാണ് ദിശ, അത് നിങ്ങൾക്ക് എത്രയായി ഇപ്പൊ മോണ്ടിസോറി മെത്തേഡ് പാർട്ട് 3? മാം അത് തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ തുടങ്ങിയിട്ടുള്ളൂ. പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. പറയൂ ആതിര. മരിയ മോണ്ടിസോറിനെ കുറിച്ച് മിസ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നു മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ അല്ലേ? അത് ആ ഒരു പാർട്ട് 3 കംപ്ലീറ്റ് ആയതിനു ശേഷം പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്. അതാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അതിനു മുമ്പ് പോകുന്നവരുണ്ട്, യാതൊരു പ്രശ്നമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആകും, കുട്ടികളെ പഠിപ്പിക്കാനും അവരെ മനസ്സിലാക്കാനായിട്ട്. ലെറ്റർ വരില്ലേ മാം നമുക്ക് അവിടെ സ്കൂളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്? ലെറ്റർ തരും, കോൾ ലെറ്റർ തരും കേട്ടോ. പോസ്റ്റിൽ വരും. നന്നായിരിക്കും. നമുക്ക് പോസ്റ്റിലായിരിക്കും, എല്ലാവർക്കും അങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അത് നമ്മൾ അവിടെ കാണിച്ചാൽ മതി. പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ട്രെയിനിങ്ങിന് പോകുമ്പോ. ഞാൻ പഠിച്ച സ്കൂൾ തന്നെയാ മാം, എന്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ? അതെ അല്ലേ?
മിസ് അത് എത്ര ഡ്യൂറേഷൻ എത്ര നാളത്തേക്കൊന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ 15 ദിവസത്തേക്കാണ് ഭൂരിഭാഗം കുട്ടികൾ പോകുന്നത്. 3 weeks അല്ലേ മാം? 3 weeks ഉണ്ടാവാറുണ്ട്. ചിലത് 15 ദിവസം. അത് സ്കൂളിന്റെ അനുസരിച്ചിട്ടിരിക്കും. മാക്സിമം നമുക്ക് 15 ദിവസം പോകാം, ഇനി അതിൽ കൂടാം കേട്ടോ. അങ്ങനെയും അപ്പൊ അവര് പറയും നമ്മളോട് ചെയ്യാനായിട്ട്, കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറയും. അപ്പൊ നമുക്ക് അവിടെ കൂടുതൽ ദിവസം നിൽക്കാം. 1 മാസം നിന്നവരൊക്കെ ഉണ്ട്. ആ ടൈമിലും ക്ലാസ് ഉണ്ടാവോ? ആ ടൈമിൽ ക്ലാസ് ഉണ്ടാവും. അപ്പൊ നമ്മള് റെക്കോർഡ് ക്ലാസ് കൂടേണ്ടി വരും അല്ലേ മാം? ഞങ്ങള് ഡെയിലി പോവാണെങ്കിൽ റെക്കോർഡ് ക്ലാസ് അല്ലേ കൂടാൻ പറ്റുള്ളൂ? ഇപ്പൊ എല്ലാവരും പോവാണെങ്കിൽ ആരും ഉണ്ടാവില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ആ സമയത്ത്. പോകുന്നതെങ്കിൽ അല്ലാതെ കുറച്ചു പേര് 2-3 പേര് അല്ലെങ്കിൽ 5 പേരൊക്കെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ ഉണ്ടല്ലോ, പിന്നെ റെക്കോർഡ് കാണുന്ന ആളുകളും ഉണ്ട്. അപ്പൊ കൂടുതൽ ആളുകൾ പോവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ക്ലാസ്. മാം ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഈ ലെറ്റർ അതിനുശേഷം നമുക്ക് അങ്ങനെ പ്രാക്ടീസ് സ്കൂളിൽ ചെയ്യാൻ പറ്റുമോ? ആ ടൈം തന്നെ ചെയ്യണമെന്നുണ്ട്, കിട്ടിയ ടൈം ചെയ്യാൻ പറ്റും. മാം ഇന്റേൺഷിപ്പ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലും എടുക്കാൻ പറ്റുമോ? ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുമോ? അതെ ചെയ്യാം. ചിലവര് ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പല സാഹചര്യങ്ങളിലും പോയിട്ടില്ല എന്ന് പറയും. അപ്പൊ ചിലപ്പോ കോഴ്സ് കഴിഞ്ഞിട്ടും പോകാൻ പറ്റും കേട്ടോ. വൈവ ടൈമിൽ എന്താണ് എക്സ്പീരിയൻസ് ചോദിക്കല്ലോ അല്ലേ? വൈവയുടെ സമയത്ത് എക്സ്പീരിയൻസ് ചോദിക്കും നിങ്ങളോട്. ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടോ, അവിടെയുള്ള അനുഭവം എന്താണ്, ഏത് മെത്തേഡിലൂടെയാണ് നിങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത്, മോണ്ടിസോറി മെത്തേഡിൽ എങ്ങനെയാണ് അത് ഹെൽപ്ഫുൾ ആയതെന്നൊക്കെ ചോദിക്കും നിങ്ങളോട്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് പലർക്കും ഞാൻ പറഞ്ഞല്ലോ, പലർക്കും പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുക. ചില സ്കൂളുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ മോണ്ടിസോറി മെത്തേഡ് ചിലപ്പോ അവിടെ നമുക്ക് ചിലപ്പോ പഠിപ്പിക്കേണ്ടി വരില്ല. അവര് പറയുന്ന ചില മെത്തേഡുകളൊക്കെ ഉണ്ടാവും, അതായിരിക്കും നമ്മൾ ട്രഡീഷണൽ മെത്തേഡ്, അതായിരിക്കാം നമ്മൾ കൂടുതൽ അവിടെ പഠിപ്പിക്കുന്നത്. കുട്ടികൾ പറഞ്ഞൊരറിവാണ് കേട്ടോ. പിന്നെ ചില സ്കൂളുകളിലാണെങ്കിൽ നമ്മുടെ ഇപ്പൊ നിങ്ങൾക്ക് തരുന്ന പല ആക്ടിവിറ്റികളൊക്കെ ഉണ്ടല്ലോ, അത് ചിലപ്പോ അവിടെ നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും. നമ്പർ ചാർട്ട് കാണിക്കാം, ഷേപ്സിന്റെ ചാർട്ട് കാണിക്കാം, അങ്ങനെ പല പല ചാർട്ടുകളും മറ്റുമൊക്കെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കാണിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആവും. പിന്നെ അതുപോലെ തന്നെ പിക്ചറിലെ നമ്പർ ഉണ്ട്. നമുക്ക് എത്ര സ്റ്റാൻഡേർഡ് വരെ പഠിപ്പിക്കാൻ പറ്റും മാം? എനിക്ക് തോന്നുന്നു, കറക്റ്റ് എനിക്ക് അറിയില്ല, അത് 6th സ്റ്റാൻഡേർഡ് ആണെന്നാണ് തോന്നുന്നത്. കറക്റ്റ് അറിയില്ല കേട്ടോ എനിക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട്. എന്താണ് ഡിപ്ലോമ 6th വരെ പഠിപ്പിക്കാം? ഡിപ്ലോമ TTC ഉണ്ട് മിസ്സേ. മറ്റേ 6th പഠിപ്പിക്കുന്ന UP സെക്ഷൻ പോണെങ്കിൽ D.Ed വേണ്ടേ? അങ്ങനെയാണ് പറയുന്നത് മോണ്ടിസോറി സ്കൂളിലാണെങ്കിൽ. പിന്നെ ഇതനുസരിച്ചൊരു വ്യത്യാസം വരാം. പിന്നെ നമുക്ക് സ്പെഷ്യൽ സ്കൂളിൽ ഇന്റേൺഷിപ്പിന് പോണതിന് കുഴപ്പമുണ്ടോ? സ്പെഷ്യൽ സ്കൂളില് ഇല്ല, കുഴപ്പമില്ല. നമുക്ക് സാധാ പോലെ തന്നെ പോവാമല്ലോ. പിന്നെ അവര് ഡിമാൻഡ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അവിടെ സ്പെഷ്യൽ സ്കൂൾ ആണെങ്കിൽ. മാം ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ ഇവിടത്തെ നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു അംഗൻവാടി ചെന്നിട്ട് നമുക്ക് ഇപ്പോ ജസ്റ്റ് ഒന്ന് ആ പിള്ളേർക്ക് ഒരു ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ച് ക്ലാസ് ഒക്കെ എടുക്കാൻ പറ്റുമോ നമുക്ക്? ചോദിക്കാം. അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ ചെയ്യാമല്ലോ. ചെയ്യാല്ലേ? ഓക്കെ മാം. നമ്മളിങ്ങനെ ചാർട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് അങ്ങനെയൊക്കെ ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് പോയിട്ട് ഒരു ക്ലാസ് പോലെ എടുക്കാമല്ലോ അല്ലേ? നേരത്തെ തന്നെ മുൻകൂർ ചോദിക്കുക, പെർമിഷൻ ചോദിക്കുക. അവർ സമ്മതിക്കുകയാണെങ്കിൽ ഒരു ഡേറ്റ് പറയുക, ആ ഡേറ്റിന് ചേർന്ന് എടുക്കുക കേട്ടോ. ഓക്കെ. ചില സ്കൂളുകള് കുട്ടികൾ ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ അവര് നമ്മുടെ ക്ലാസ് കാണാനായിട്ട് അനുവദിക്കാറുണ്ട് 1 മണിക്കൂർ. നമ്മുടെ മുന്നത്തെ MD3 ബാച്ചിലെ ഒരു 3-4 കുട്ടികള് പല സ്കൂളുകളിലായിട്ടാണ് അവർ പെർമിഷൻ ചോദിച്ചു. ഞങ്ങൾക്ക് ഇങ്ങനെ 10:30 ക്ലാസ് ഉണ്ട്, അത് കാണണം എന്ന് മുൻകൂട്ടി പെർമിഷൻ ചോദിച്ചു. എന്നിട്ട് അവിടെ വെച്ചിട്ട് അവര് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുവാണ് ഉണ്ടായത്. ചില സ്കൂളുകളുണ്ട്, ചില സ്കൂളുകൾ അങ്ങനെ കൊടുക്കാം. എല്ലാ സ്കൂളുകളിലും നിർബന്ധമില്ല കേട്ടോ, ചില സ്കൂളുകൾ മാത്രം. അവിടുത്തെ പ്രിൻസിപ്പാള് ചിലപ്പോൾ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിരിക്കും. അങ്ങനെയുള്ള പിന്നെ മാനേജ്മെന്റ് കുറച്ചും കൂടി എന്താ പറയാ നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ടുള്ളവരായിരിക്കും. അപ്പൊ അതിന് യാതൊരു പ്രശ്നവുമില്ല. പെർമിഷൻ ചോദിക്കണം. അപ്പൊ നിങ്ങളിൽ നിന്ന് കുറെ അധികം പേര് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ. അല്ലെങ്കിൽ കുറച്ചു പേരാണ് പോകുന്നുണ്ടെങ്കിൽ ആ പോകുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുക. പെർമിഷൻ കിട്ടുവാണെങ്കിൽ നല്ലതാണ്. ഓക്കെ. എല്ലാ സ്കൂളുകളും തരുമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ.
ഞാൻ പ്രത്യേകം പറയുവാണ്, നമ്മൾ അത് പ്രതീക്ഷിച്ച് പോകരുത്. എന്നാലും ജസ്റ്റ് ചോദിച്ചു നോക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയാ നമ്മുടെ കയ്യിൽ ഇത്രയധികം സാധനങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയധികം മെറ്റീരിയൽസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവിടുത്തെ ഹെഡ് പറയും കാണിച്ചു കൊടുക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് രീതിയിൽ പഠിപ്പിക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. ഓക്കെ. പെർമിഷൻ ചോദിക്കണം കേട്ടോ എന്തിനും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ചിലവർ പറയും, ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്യും, ഈ രീതിയിലാണ് പഠിപ്പിക്കേണ്ടത്, ആ രീതിയിലാണ് പഠിപ്പിക്കേണ്ടതെന്നൊക്കെ പറയും. ചിലവർ നമ്മളോട് ചോദിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നോക്കുക. പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പഠിക്കാനായിട്ട്, ഇപ്പൊ ചാർട്ടുകളിലൂടെയും അല്ലെങ്കിൽ എന്താ പറയാ ധാരാളം പാരന്റ്സിലൊക്കെ പഠിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിന്നെ ചില കുട്ടികളാണെങ്കിൽ ഒട്ടും താല്പര്യപ്പെടില്ല. അങ്ങനെ 2 തരം കാറ്റഗറിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാല്. അത് നിങ്ങൾക്ക് കിട്ടുന്ന സ്കൂൾ അനുസരിച്ചിരിക്കും കേട്ടോ. നല്ല ദീർഘക്ഷമ വേണമല്ലേ മാം കുട്ടി? എന്താണ്? നല്ല ദീർഘക്ഷമ വേണ്ടി വരുമല്ലേ കുട്ടികൾ? അതെ, പേഷ്യൻസ് വേണം. പേഷ്യൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും നടക്കില്ല. നമ്മുടെ പാർട്ട് 4-ല് കുറെ കാര്യങ്ങൾ സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട്, പാർട്ട് 4 എന്ന് പറഞ്ഞാൽ പ്രീ സ്കൂൾ മാനേജ്മെന്റ് ആണ്. എങ്ങനെയാണ് ഒരു സ്കൂളിൽ നമ്മൾ ചെല്ലുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അത് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ ഇന്ന് എടുക്കുന്നില്ല. നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പാർട്ട് 4-ലേക്ക് കിടക്കാം കേട്ടോ. കുറെ എന്താ പറയാ കംപ്ലീറ്റ് ആയിട്ടില്ല മാം. അപ്പൊ ദിശാമാം പറഞ്ഞിരുന്നു മറ്റു മിസ്സുകൾ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്നില്ല. അപ്പൊ മാം അത് തേർഡ് ഞാൻ എടുത്തോളാം. പാർട്ട് 2-ലെ നീഡ്സ് ഞാൻ എടുത്തോളാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ ലൗലി പറഞ്ഞല്ലോ, ക്ഷമ എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം വേണ്ട ഒരു സാധനമാണ്. അതില്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ, പിന്നെ ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ദേഷ്യം, അതാണ് ഞാൻ ഈ പറഞ്ഞ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ചുകൂടി നല്ലതാണ്. എന്താണ് എക്സ്പീരിയൻസ് പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. കഴിഞ്ഞ മാർച്ചില് ലാസ്റ്റ് ഒരു 20 ദിവസം ഞങ്ങളവിടെ ഒരു സ്കൂളിൽ പോയിരുന്നു. ഒരു ചെറിയൊരു LKG UKG മാത്രമുള്ള ഒരു സ്ഥാപനമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ 20 ദിവസം LKG കുട്ടികളെ മാത്രം മാനേജ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. ഒരൊറ്റ കുട്ടികള് ബെഞ്ചിൽ അടങ്ങിയിരിക്കുന്ന ഒരു മക്കൾ പോലും അതിലില്ലായിരുന്നു. ഒരൊറ്റ ആളില്ലായിരുന്നു. എല്ലാരും ഒരാളെ ഇരുത്തി ഞാൻ ഇങ്ങോട്ട് പോരുമ്പോത്തിനേക്കും ആ ഇരുത്തിയ ഒരാള് പോയിണ്ടാവും. മാറുള്ളവരെ കൊണ്ടുവരുമ്പോത്തിനേക്കും പോയിണ്ടാവും. അടുത്ത ആളെ പിടിച്ച് കൊണ്ടുവരുമ്പോഴേക്കും ബാക്കിയുള്ളവരും പോയിണ്ടാവും. അങ്ങനെ ഓരോരുത്തരും ഇരുത്തി ഈ 20 ദിവസത്തിനുള്ളിൽ ഓരോന്ന് ഞാൻ എന്റെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ കുറച്ചൊന്നല്ല കഷ്ടപ്പെട്ടത്. കാരണം അവരോട് ചൂടാവാനും പറ്റൂലല്ലോ നമുക്ക്. ആ ഒരു മയത്തിൽ ഇങ്ങനെ കൊണ്ടുവരണല്ലോ, ആ ഒരു രീതിയിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇരുത്തി ഇന്നൊന്ന് ഒരു ഇഷ്ടപ്പെട്ട് വരാൻ വരെ ഞാൻ കുറേ കഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം അവർക്ക് അങ്ങനെ ഒരു ശീലേ ഇല്ല, അവിടെ ഇരിക്കുന്ന ഒരു ശീലം ഇല്ല. അവരിങ്ങനെ വെറും കളിച്ചിങ്ങനെ നടക്കുക. ഓരോ ഞാൻ ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിലും ഇരിക്കുന്നോടത്ത് ഇരുന്നിട്ട് ഒരു ക്ലാസ് കേൾക്കുന്നില്ല. ഒന്നെങ്കിൽ അവിടുന്ന് എണീറ്റ് ഒന്നെങ്കിൽ എന്റെ അടുത്തുണ്ടാവും, അല്ലെങ്കിൽ പുറത്തേക്ക് പോവാ. ഇതൊക്കെ ആയിരുന്നു ഓരത്. അത്രയും ക്ഷമ അവിടെ വേണം അവരെ പഠിപ്പിക്കാന്നുള്ളത് ഞാൻ ഇപ്പൊ ക്ഷമന്റെ കാര്യം പറഞ്ഞോണ്ട് പറഞ്ഞതാ. അതെ, അതായത് നമ്മൾക്ക് കിട്ടുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഒരുപോലെയാണോ? ആണോ? ഡിഫറെന്റ് സ്വഭാവത്തിൽ വന്നത്. പല സ്വഭാവക്കാരുണ്ടാവാം അല്ലെ? ചിലവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം കൂടുതലുള്ള കുട്ടികൾ ഉണ്ടാവാം. ചില കുട്ടികൾക്ക് ദേഷ്യം കുറവായിരിക്കാം. ചില കുട്ടികൾ പെട്ടെന്ന് സങ്കടത്തിലാവുന്ന, വിഷമം വരുന്ന, നിലവിളിക്കുന്ന കുട്ടികൾ ഉണ്ടാകാം. ഇനി ചിലവരാണെങ്കിൽ എപ്പോഴും ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകാം. അങ്ങനെ പലതരത്തിലുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മാനേജ് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ അവരെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ടാസ്ക് അല്ല. ഭയങ്കരമായിട്ട് എന്താ പറയാ, നമ്മുടെ പരമാവധി നമുക്ക് അവിടെ പേഷ്യൻസ്, ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമാണ്. ചില പിള്ളേർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ അല്ലെ? ചില പിള്ളേര് പാരന്റ്സ് പ്രത്യേകിച്ചും ശ്വാസം മുട്ടുണ്ട്, ഒരുപാട് കരയിപ്പിക്കരുത്, അങ്ങനെയൊക്കെ ഇങ്ങനെ ഒന്ന് പറയൂലേ? അപ്പൊ അവരൊക്കെ നമ്മൾ ഒന്നും കൂടി കെയർ ചെയ്ത് നോക്കേണ്ടി വരും. അതെ, അവര് പ്രത്യേകം നമ്മൾ നോക്കേണ്ടി വരും. അവരങ്ങനെ പ്രത്യേകം നമ്മളോട് പറയുവാണെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൂടുതലായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ. നമ്മൾ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പലവിധ രോഗങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് രോഗങ്ങളെ കുറിച്ച് പഠിച്ചേ?
നമ്മുടെ കുട്ടികൾ അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ അത് അറിയാൻ അവയർനെസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ, പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് അറിയുന്നതിലൂടെ അത് മറ്റു കുട്ടികൾക്ക് പകരാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ചത്. അപ്പൊ ഇത്തരത്തിൽ അതായത് പല തരത്തിലുള്ള കുട്ടികളും അതുപോലെ തന്നെ പലതരം അസുഖക്കാരായിട്ടുള്ള കുട്ടികളും ഒക്കെ ചിലപ്പോൾ നമ്മുടെ ഇടയിൽ, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഇടയിൽ ഉണ്ടാകാം. അപ്പൊ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഇൻഡിവിജ്വൽ അറ്റൻഷനും ഓരോരുത്തർക്കും എല്ലാവരെയും ഒരുപോലെ കാണണം. പക്ഷെ ടീച്ചേഴ്സിന് സാധാരണ എല്ലാവരെയും ഒരുപോലെ കാണാനായിട്ട് പറ്റാറില്ല അല്ലെ. അപ്പോ എന്താ പറയാ, എല്ലാ ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ്. എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണുന്നെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേക ഇഷ്ടമുള്ള ഒരു 2-3 കുട്ടികൾ അതിനകത്ത് ഉണ്ടാവും അല്ലേ. അവർക്ക് കൂടുതൽ സമയം അതായത് അവരെ പ്രത്യേകം വിളിക്കുകയും അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കൺസിഡറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടാവാം. അത് ടീച്ചേഴ്സും കുട്ടികളും തമ്മിലല്ല, നമ്മൾ വ്യക്തികൾ തമ്മിലായാലും ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ആയാലും കൂടുതലായിട്ട് നമ്മളിപ്പോ ഒരു 10 പേരടങ്ങുന്ന ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് ആണെങ്കിൽ ആ ഒരു എന്താ പറയാ, ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി അതിനകത്ത് ഉണ്ടാവും കൂടുതലായിട്ട്. എല്ലാവർക്കും നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണത്. അപ്പൊ ഈക്വൽ ആയിട്ട് കാണാന്നുള്ളത് എല്ലാവരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സ്പെഷ്യൽ കൺസിഡറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ, യാതൊരു കുഴപ്പമില്ല. പക്ഷെ അത് ഓവറായിട്ട് മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മള് പുറത്തേക്ക് വരാനായിട്ട് പാടില്ല. പ്രത്യേകിച്ചും കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിൽ. വലിയ കുട്ടികളാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, അവർക്ക് കുറച്ച് അറിവായതാണ്. കുഞ്ഞു കുട്ടികളാകുമ്പോൾ ഇപ്പൊ ഒരു മിഠായി ഒരു കുട്ടിക്ക് കൊടുത്തു, 2 മിഠായി ഒരു കുട്ടിക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, മറ്റു കുട്ടിക്ക് വേറൊരു കുട്ടിക്ക് ഒരു മിഠായിയാണ് കൊടുത്തത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവന്റെ മനസ്സിൽ എന്താ ഉണ്ടാവുന്നേ? അതായത് വിഷമം വരും. ഒരു മിഠായി കിട്ടിയവന്റെ മനസ്സിൽ വിഷമം വരാം. ടീച്ചർ അവന് 2 മിഠായി കൂടുതൽ കൊടുത്തു, അവനെയാണ് കൂടുതൽ ഇഷ്ടം, എന്നെ ഇഷ്ടമല്ല, അങ്ങനെയുള്ള ഒരു ചിന്ത കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും. അത് കുഞ്ഞുങ്ങളെ കൂടുതൽ വിഷമങ്ങളിലേക്ക് അല്ലെങ്കിൽ പലതരത്തിലുള്ള തോട്ടുകൾ, നെഗറ്റീവായിട്ടുള്ള തോട്ടുകളും മറ്റൊക്കെ കുഞ്ഞുങ്ങളിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇടവരുന്നു. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് പാടില്ല. ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഈക്വൽ ആയിട്ട് അത് നമ്മുടെ മൊഡ്യൂൾ 3 ഉണ്ട്. മൊഡ്യൂൾ 3 പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട് നമുക്ക്. അതായത് പ്രാക്ടിക്കൽസ് നമ്മൾ കുറേയധികം പ്രാക്ടിക്കൽസ് ഒക്കെ ഇനി പഠിക്കുമല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. കുട്ടികളോട് നമ്മൾക്ക് വിവേചനം പാടില്ല, ഡിസ്ക്രിമിനേഷൻ പാടില്ല. എല്ലാവരെയും ഈക്വൽ ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. 30 കുട്ടികൾ ഉണ്ടെങ്കിൽ 30 കുട്ടികൾക്കും ഒരു മിഠായി വീതം തന്നെയാണ് കൊടുക്കേണ്ടത്. ആർക്കും അതിൽ കൂടുതൽ കൊടുക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലായിരിക്കണം നമ്മൾ കുട്ടികൾക്ക് എന്ത് കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യേണ്ടത്. അത് പാരറ്റസ് ആയാലും മിഠായി ആയാലും അല്ലെ. കൂടുതലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ എന്താ ഉണ്ടാവുക? അമിതമായാലും വിഷം. അതായത് ഒരു കുട്ടിക്ക് ഒരു മിഠായിയാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, പക്ഷെ ഒരു കുട്ടിക്ക് 5 മിഠായി വീതം 30 കുട്ടികൾക്കും 5 മിഠായി വീതം കൊടുത്തു എല്ലാവർക്കും. അതിനകത്ത് അവർക്ക് വാല്യൂ ഉണ്ടാവോ? ഇല്ല. കുറച്ച് തിന്നും, കുറച്ച് ചിലപ്പോ വേസ്റ്റ് അല്ലെ, വേസ്റ്റ് ആക്കും അല്ലെ, ചിലപ്പോ ബാക്കി അവർ കളയും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലായിരിക്കണം നമ്മൾ എന്ത് സാധനങ്ങളും കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അധികമായാല് അമൃതം വിഷം എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, അതായത് കൂടുതൽ കാര്യങ്ങൾ ഉണ്ട്. ഞാൻ വളരെ ചുരുക്കമാണ് പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, എല്ലാവരെയും ഈക്വൽ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം എല്ലാ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള ഓരോരുത്തരെയും തിരിച്ചറിയുക. ആദ്യം തന്നെ എല്ലാവരെയും ഐഡന്റിഫൈ ചെയ്യുക, എല്ലാവരെയും അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എല്ലാ കുട്ടികൾക്കും, ഒരു കുട്ടിക്ക് ചിലപ്പോ വരയ്ക്കാനുള്ള കഴിവുണ്ടായിരിക്കാം, ചിലപ്പോൾ മറ്റൊരു കുട്ടിക്ക് പാടാനുള്ള കഴിവായിരിക്കും ഉണ്ടായിരിക്കാം. അങ്ങനെ അവരുടെ സ്കിൽ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാണ് ഒരു ടീച്ചർ ചെയ്യേണ്ടത്. അതിനനുസരിച്ചിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ മെയിൻ എക്സാം എന്നായിട്ടായിരിക്കും മാം വരുന്നത്? മെയിൻ എക്സാം നിങ്ങൾക്ക് അതിപ്പോ കറക്റ്റ് ഡേറ്റ് അറിയാൻ പറ്റില്ല. കാരണം ഇനി നിങ്ങൾക്ക് മുമ്പ് കുറെ അധികം ബാച്ച് ഉണ്ട്, 2-3 ബാച്ച് ഉണ്ട് കേട്ടോ. അപ്പോഴാണ് അറിയാൻ പറ്റുക. ഇപ്പൊ എനിക്ക് തോന്നുന്നു അടുത്തതിന്റെ അടുത്ത മാസം ഒക്ടോബറിലെ MT8 മെയിൻ എക്സാം ആണ്. നിങ്ങൾ MT13 ആണ്. അപ്പൊ 1 മാസം വെച്ച് ഗ്യാപ്പ് വരും എന്തായാലും.
അതിനനുസരിച്ചിട്ടായിരിക്കും എക്സാം നടക്കുക കേട്ടോ. പിന്നെ മാം ഇതിന് മുമ്പ് എന്തെങ്കിലും എക്സാം ഉണ്ടോ? ഈ മെയിൻ എക്സാം കൂടാണ്ട് ഈ മോക്ക് ടെസ്റ്റ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? മോക്ക് ടെസ്റ്റ് കൂടാതെ ടേം എക്സാം ഉണ്ട്. ടേം എക്സാം ഉണ്ട്. നിങ്ങളുടെ പാർട്ട് 1 പാർട്ട് 2 കഴിയുമ്പോൾ ഒരു ടേം എക്സാം വെക്കും. ഓൺലൈനിൽ തന്നെ അല്ലേ മാം? ഓൺലൈനിൽ തന്നെ. പിന്നെ പാർട്ട് 3 പാർട്ട് 4 കഴിയുമ്പോൾ വേറൊരു ടേം എക്സാം വെക്കും. പിന്നെ നമുക്ക് PG ചെയ്യണവർക്ക് 1 hour എക്സ്ട്രാ ക്ലാസ് തുടങ്ങില്ല, അതെന്നായിരിക്കും മാം? PG അത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബാച്ച് കഴിയാറാകുന്ന സമയത്താണ് അത് തുടങ്ങുക കേട്ടോ. കഴിയുന്നതിന് കുറച്ച് നാൾ മുമ്പ് അത് തുടങ്ങും. ഓക്കെ. PGയുടെ ക്ലാസ്. മിസ്, നമ്മളിപ്പോ ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ നമ്മളോട് ഇപ്പൊ ഒരു ചാപ്റ്റർ എടുത്ത് തരാനായിരിക്കും പറയണേ. ഞാനൊക്കെ BEd പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ചാപ്റ്റർ എടുക്കാനായിരുന്നു. നമുക്ക് ഒരു 1 month ആയിരുന്നു ട്രെയിനിങ്. അപ്പൊ ഞങ്ങളോട് ഒരു ചാപ്റ്റർ എടുത്ത് തീർക്കാനായിരുന്നു അവര് പറഞ്ഞിരുന്നത്. പറയൂട്ടോ, സ്കൂളുകാര് പറയാം, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുക. ആണോ? അവര് പറഞ്ഞോളൂ കേട്ടോ എന്താണ് ചെയ്യേണ്ടതെന്ന് അവര് പറഞ്ഞു തരും. പേടിക്കണ്ട ആയിട്ടുള്ള കാര്യങ്ങളാ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതല്ലേ, നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അതൊന്നും വിചാരിച്ച് പേടിക്കണ്ട. ഓക്കെ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനും പഠിപ്പിക്കാം. ഓക്കെ, അത് അവരോട് പറഞ്ഞാൽ മതി. ഇങ്ങനെയുള്ള അവരോട് എന്തായാലും പറയുമല്ലോ നമ്മള്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാം. സ്റ്റോറീസും നമ്മുടേതായ നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസും ഒക്കെ കൊണ്ട് റൈംസ് നമുക്ക് പഠിപ്പിക്കാം, സ്റ്റോറീസ് പറയാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, കഥകൾ പറഞ്ഞു കൊടുക്കാം, പാട്ടുകൾ പാടിക്കൊടുക്കാം. അതങ്ങനെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. സ്റ്റോറി പറയുമ്പോൾ നമ്മള് കുറച്ച് മാസ്ക് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ മാസ്ക് ഒക്കെ ഉപയോഗിച്ച് സ്റ്റോറി ഒക്കെ പറയണമെങ്കിൽ കുറച്ചുകൂടി സ്റ്റോറി പറയാം, അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാം. അതൊക്കെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴേ കുട്ടികൾക്ക് അത് ഭയങ്കരമായിട്ട് താല്പര്യം ഉണ്ടാവും. കാണിച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി ഓണം. നാളെ നോക്കട്ടെ കേട്ടോ, വരാൻ പറ്റുവാണെങ്കിൽ വരാം. മാം എന്തായാലും വാ. താങ്ക് യു മാം. ഹാപ്പി ഓണം മാം. താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. പറയാട്ടോ ഹാപ്പി ഓണം. നാളെ വരുവാണെങ്കിൽ ഒന്നുകൂടി പറയാം. ഓക്കെ. ഓക്കെ മാം. നാളെ ക്ലാസ്സിൽ മിസ്സും ജോയിൻ ചെയ്യുന്നതാണ്. ഞാൻ നോക്കട്ടെ കേട്ടോ. ശരി, ഓക്കെ, ബൈ. താങ്ക് യു മാം. താങ്ക് യു മാം.